അച്ഛാ ഇയാൾ എന്നെ ചതിച്ച ഇയാൾക്ക് വേറെ ബന്ധമുണ്ട് അച്ഛാ. നിങ്ങൾക്ക് വാട്സപ്പ് കൂട്ടായ്മ ഞാൻ നോക്കട്ടെ. നിങ്ങളുടെ വാട്സപ്പ് കൂട്ടായ്മയ്ക്കകത്ത് എന്താണ് പ്രശ്നം? ആരൊക്കെ ഉണ്ടെന്ന് അറിയണമല്ലോ. ആര് കാണാനാണ് മുത്തുമണി? കണ്ടോ വാട്സപ്പ് കൂട്ടായ്മയിൽ 2 പേര് കണ്ണാപ്പി ശ്രീജാത ഇയാളെ വാട്സപ്പ് കൂട്ടായ്മ. അച്ഛാ എന്നെ ചതിച്ചച്ഛാ. മുത്തുമണി എന്നെ മുത്തുമണി വിളിക്കരുത്. എനിക്ക് എന്റെ അച്ഛനും അമ്മയും ഒരു നല്ല പേരിട്ടുണ്ട്, അത് വിളിച്ചാൽ മതി കേട്ടോ. മുത്തുമണി വിളിക്കരുത്. എന്നെ വിളിക്കരുത് പറഞ്ഞേ. മുത്തുമണി എന്നെ എന്റെ പേര് വിളിച്ചാൽ മതി. മുത്തുമണി ആര്യാൾക്ക് എന്റെ പേര് വിളി. മുത്തുമണി ആര്യാൾക്ക് എന്റെ പേര് വിളി. ആര്യാൾക്ക് എന്റെ പേര് വിളിക്കാൻ പറഞ്ഞില്ല. മുത്തുമണി ഞാൻ പറയുന്നത് മുത്തുമണി എന്റെ പേര് വിളിച്ചാൽ മതി. നിന്റെ പേര് അയ്യയ്യേ, സ്വന്തം ഭാര്യയുടെ പേര് ഏതെങ്കിലും ഒരു ഭർത്താവ് മറക്കുവോ? മുത്തുമണി. പെട്ട് ഇവിടെ പേര് ഞാൻ മറന്നുപോയി. എന്തുവായിരുന്നു ഭാര്യയുടെ പേര്? ഭവാനി. അതേ പാമ്പ് പുതർക്കത്തൊന്നും പോയില്ലെങ്കിലേ ഇന്ന് വൈകിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്ന് കിടക്കാ. അതിലും നല്ലത് ഞാൻ ആ പാമ്പിന്റെ കൂടെ കിടക്കുന്നത്. നിന്റെ അത്രയും വിഷം എന്തോ പാമ്പിനില്ല. അല്ല അത് പേടിക്കാതെ, ഞങ്ങളെല്ലാം ഉണ്ട് അവിടെ, അച്ഛനും ഒക്കെ ഉണ്ട്. എന്താ സംഭവമില്ല. ഇല്ലേ? ഇല്ല കഴിഞ്ഞ ദിവസം അമ്പലത്തിലുമായിട്ട് ഇത് മിനിഞ്ഞാന്ന് വാങ്ങിച്ചില്ലേ? ഇത് മിനിഞ്ഞാന്നില്ലേ? ഇതിന്റെ അടിവശം കീറിട്ട് ഇതുവരെ തയ്പ്പിച്ചു. ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട് തയ്ക്കണം. ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. അല്ല തയ്ക്കാൻ ഇത് ഇടുമ്പരാ നല്ലത്. ഇത് ഇടുമ്പരാ കാണാൻ രസം. പറഞ്ഞ തൊടാനെ എനിക്കത് വേണ്ടായിരിക്കത്. ഞാൻ എന്റെ ഡ്രസ്സൊക്കെ തൊട്ടാവട്ടല്ലോ. അവൻ തൊട്ടോ? അത് മനഃശുദ്ധിയുള്ളവരങ്ങനെ തൊടും. ഞാൻ ഇത് അവിടെ തന്നെ കൊണ്ട് വെച്ചേക്കാം. നോക്കണം, ശരിക്കും നോക്കണം. ഞാൻ എടുത്തോട്ടെ. പാമ്പ് കയറിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. എന്തായാലും പാമ്പ് ഞങ്ങളുടെ പെരക്കകത്ത് ഞങ്ങളുടെ അമ്മൂമ്മ അവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നേ. ഞങ്ങൾ അമ്മൂമ്മയുടെ കൂടെ പാമ്പ് കയറി കിടന്നേ. ഞങ്ങൾ പെട്ടെന്ന് എടുത്ത് മാറ്റി. അല്ല അപ്പൊ കണ്ട വിഷയമാ, ഭയങ്കര സംശയം. അമ്മൂമ്മ പാമ്പായിട്ട് കിടന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ വിഷയം. നിങ്ങൾ ഭയങ്കര ചാറ്റിംഗ് ആണല്ലാണ്ട് പെണ്ണുങ്ങളായിട്ട്. ഞാൻ നിന്നെ മാത്രമേ മെസ്സേജ് അയക്കുള്ളൂ. നിനക്ക് മാത്രം. എനിക്ക് മാത്രം. നിനക്ക് മാത്രമേ. കള്ളത്തരം പറയല്ലേ ചേട്ടാ. എന്റെ പൊന്നു മീനെ, ഞാൻ നിനക്ക് മാത്രമേ മെസ്സേജ് അയക്കൂ. കള്ളത്തരമാണ് ഈ പറയണ. വാവച്ചിക്ക്, രേഷ്മക്ക്, ഗ്രീഷ്മക്ക്, ഈ 3 പെണ്ണുങ്ങളോട് നിങ്ങൾ ചാറ്റ് ചെയ്യാറുണ്ട്. ഇല്ലാന്ന്. ഞാൻ നിനക്ക് മാത്രമേ മെസ്സേജ് ഞാൻ തെളിവ് കാണിച്ചു തരട്ടെ? എന്ത് തെളിവ്? ഈ പറയണ 3 പെണ്ണുങ്ങളുടെ പേരിലും ഫേക്ക് ഐഡി ഉണ്ടാക്കിട്ട് ഇയാളോട് ചാറ്റ് ചെയ്യണം ഞാൻ. അറിയാമോ? അതല്ലേ ഞാൻ പറഞ്ഞ, ഞാൻ നിന്നെ മാത്രമേ ചാറ്റ് ചെയ്യുള്ളൂ. അതെങ്ങനെ നിങ്ങൾ ഇവളുമാരോട് ചാറ്റ് ചെയ്യുമ്പോ എന്നോട് ചാറ്റ് ചെയ്യണ എങ്ങനെയാണ്? ഈ 3 പേരെ പേരിലും ഫേക്ക് അക്കൗണ്ട് എടുത്തിട്ട് എന്നെ മെസ്സേജ് ചെയ്യുന്ന ആരാ? ഞാൻ മെസ്സേജ് അയക്കുന്ന കിട്ടുന്നതായിരിക്കാം എനിക്ക്. അതല്ലേ ഞാൻ പറഞ്ഞ ആദ്യമേ, ഞാൻ നിന്നെ മാത്രമേ. ചുമ്മാ എന്നെ തെറ്റിദ്ധരിക്കാൻ വേണ്ടി. ഞാൻ